السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين آمنوا بالله ورسوله ثم لم يرتابوا وجاهدوا بأموالهم وأنفسهم في سبيل الله أولئك هم الصادقون. ഏറെ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചും ഭയപ്പെട്ടും ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശം കൊണ്ട് വസിയത്ത് നൽകുകയാണ്. ഇന്ന് നാം സംസാരിക്കുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാന കാര്യത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഇന്ന് സമൂഹത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന തൗഹീദിന്റെ മന്ത്രം ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളായ ആളുകൾ ഉച്ചരിക്കുന്ന ഒരു വാചകമാണ്. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പരിശുദ്ധ ഇസ്ലാം കാര്യത്തിൽ ഒന്നാമതായാണ് എണ്ണിപ്പറയുന്നത് ഷഹാദത്ത്. അതിനുശേഷം ഇസ്ലാം കാര്യത്തിൽ നമുക്കറിയാം, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇങ്ങനെ തുടങ്ങി ബാക്കിയുള്ള 4 കാര്യങ്ങളുണ്ട്. ഈ 4 കാര്യങ്ങളിലും അതിന്റെ ഷർത്തുകളും അതിന്റെ ഫർളുകളും കാര്യങ്ങളൊക്കെ വിശദമായി നമ്മുടെ മദ്രസയിലുള്ള കുട്ടികൾ പോലും പഠിക്കുന്നുണ്ട്. കാരണം നോമ്പിന്റെ ഷർത്തും ഫർളും പഠിക്കാനുള്ള കാരണം, നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും പഠിക്കാനുള്ള കാരണം, നമസ്കാരം അത് ശരിയാകണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഷർത്തോടെ ഫർളോടെ നാം നിർവഹിക്കണം. എന്തിനേറെ ഉളൂവിന് പോലും അതിന്റെ ഷർത്തുകളുണ്ട്. ഇല്ല എങ്കിൽ ഉളൂ നമുക്ക് ചെയ്യാവതല്ല. ഇങ്ങനെ ഓരോ വിഷയം, നോമ്പ് നോക്കൂ, നോമ്പ് ബാത്തിലാകുന്ന കാര്യം നമുക്കറിയാം. അതുകൊണ്ടാണ് റമദാനിൽ നോമ്പ് മുറിഞ്ഞാൽ ഒരു മനുഷ്യൻ അത് ശവ്വാലിൽ എത്തുമ്പോൾ കടം വീടുന്നത്. കാരണം അത് മുറിയുന്ന കാര്യം അവൻ അറിഞ്ഞതുകൊണ്ട് നോമ്പ് മുറിയുമ്പോൾ അത് അവന് മനസ്സിലാകുന്നുണ്ട്. നമസ്കാരം ബാത്തിലാകുമ്പോൾ അത് അവന് മനസ്സിലാകുന്നുണ്ട്. കാരണം അതിന്റെ ഷർത്തും ഫർളും പഠിച്ചു. അങ്ങനെ സക്കാത്താവട്ടെ, ഹജ്ജാവട്ടെ, ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിലും അത് ബാത്തിലാകുന്ന കാര്യം വളരെ വ്യക്തമായി ചെറിയ പ്രായം തൊട്ട് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങൾ അത് പഠിക്കുന്നുണ്ട്. എന്നാൽ ഇസ്ലാമിലേക്ക് ഒരു മനുഷ്യൻ പ്രവേശിക്കുന്നത് തന്നെ ഷഹാദത്തിലൂടെയാണ്. അഷ്ഹദു, അവിടെ നോക്കൂ, ഒരാൾ ഇസ്ലാമിലേക്ക് അവന്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്തി റബ്ബിൽ ഞാൻ വിശ്വസിച്ചു എന്ന് പറയുന്ന സമയത്ത് പോലും ആ വാക്ക് ഉരുവിട്ടുകൊണ്ടാണ്, അതില്ലെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വരേണ്ടത്. അവിടെ പരിശുദ്ധ ഇസ്ലാം ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ തന്നെ ഖുൽ മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നല്ല പറയാൻ പറഞ്ഞത്. മറിച്ച് അവിടെ പ്രയോഗിച്ച പ്രയോഗം അഷ്ഹദു എന്നാണ്. നീ സാക്ഷ്യം വഹിക്കണം. സാക്ഷ്യം വഹിക്കേണ്ടത് വായ് കൊണ്ട് മാത്രമല്ല, അത് നമ്മുടെ ഹൃദയം കൊണ്ടാണ്. അല്ലെ, സംസാരശേഷിയില്ലാത്ത ഊമകളായ എത്രയോ ആളുകളുണ്ട്. അവരും ഷഹാദത്ത് ഉരുവിടുന്നുണ്ട്. എങ്ങനെ? അവരുടെ ഹൃദയം കൊണ്ട്. അത് വായ് കൊണ്ട് പറയാൻ മാത്രമുള്ള ഒന്നല്ല, അവന്റെ ഹൃദയം കൊണ്ട് അവൻ പ്രഖ്യാപിക്കേണ്ട ഒന്നാണ്. അതാണ് അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നുള്ളത്. ഇവിടെ നാം ഇതിന്റെ റുക്നാണ് ആദ്യം ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നോക്കൂ, റുക്ന് എന്ന് പറയുമ്പോൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ റുക്നുമുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് റസൂലുള്ളാഹി അത് വേണ്ട രൂപത്തിൽ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അതിനുമുണ്ട് നിബന്ധനകൾ. അത് നാം പഠിക്കണം. ആദ്യം നാം ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയേണ്ടതുണ്ട്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തുടക്കത്തിൽ അല്ലാഹു നോക്കൂ, ലാ ഇലാഹ, ആദ്യം എന്താ ചെയ്യുന്നത്? നഫിയാണ് ചെയ്യുന്നത്. ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, അല്ലെ?
ഒരു ഇലാഹുമില്ല. ആദ്യം ഇലാഹുണ്ട് എന്നല്ല റബ്ബ് ആ വാചകത്തിൽ തുടങ്ങുന്നത്, മറിച്ച് ഒരു ഇലാഹുമില്ല. അപ്പൊ അവിടെ എന്താണ് നാം ചെയ്യേണ്ടത്? നഫി ചെയ്യണം, അതിനെ പിന്നെ നിഷേധിക്കണം, അതിനെ എടുത്തു കളയണം. എന്തിനെ എടുത്തു കളയണം? എല്ലാ ആരാധ്യരെയും. ഹൃദയത്തിൽ എത്ര ആരാധ്യരുണ്ട്! നിന്റെ പ്രയാസ പ്രതിസന്ധിയിൽ നീ അവലംബിക്കാൻ നിന്റെ ഹൃദയത്തിൽ കണ്ട എല്ലാ ആരാധ്യരെയും നീ മനസ്സിൽ നിന്ന് ഒഴിവാക്കണം. അല്ലെ? ആരാധ്യന്റെ ആവശ്യം വരുന്നത് എപ്പോഴാണ്? ഒരു മനുഷ്യനും പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെ, ഒരു മഹ്ലൂക്കിനെ കൊണ്ടും പറ്റാത്ത സമയത്താണ് ഒരു മനുഷ്യൻ യഥാർത്ഥ ആരാധ്യനെ വിളിച്ചു തേടുന്നത്. അല്ലെ? എന്നാൽ ഒരു മനുഷ്യന് പറ്റുന്ന കാര്യങ്ങളും നാം അള്ളാഹുവിനോട്, ആരാധ്യനോട് തേടാറുണ്ട്. എന്നാൽ പറ്റാത്ത കാര്യം മനുഷ്യരോട് തേടാറില്ല. അത് സൃഷ്ടാവിനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെങ്കിൽ ആദ്യം, അള്ളാഹുവിനെ ആരാധിക്കണമെങ്കിൽ ആദ്യം എല്ലാ ഇലാഹുകളെയും അവന്റെ മനസ്സിൽ നിന്ന് തുടച്ചു നീക്കണം, എല്ലാം ഒഴിവാക്കണം. അതാണ് തുടക്കത്തിൽ അതിന്റെ ഒന്നാമത്തെ റുക്ന് എന്നുള്ളത്, നഫിയാണ്. അതിനെ നിഷേധിക്കലാണ്. ഒരു ഇലാഹും അവന്റെ ഹൃദയത്തിൽ ഉണ്ടായിക്കൂടാ. ശേഷമാണ് ഷഹാദത്തിൽ വരുന്നത് ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. ഇല്ലല്ലാഹ്, അല്ലാഹു ഒഴികെ. അതാണ് ഇസ്ബാത്ത്, സ്ഥിരീകരിക്കൽ. അല്ലാഹു ഉണ്ട് എന്ന് അവന്റെ ഹൃദയത്തിൽ യഥാർത്ഥ ആരാധനക്കർഹൻ, ലാ മഅബൂദ ബിഹഖ്ഇൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്. പല ആളുകളുടെയും അവകാശവാദമാണ് എന്ത്? പല ആരാധ്യരുമുണ്ട്. അല്ലെ? പല ആളുകളും ബിംബത്തിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്, പല ആൾ ദൈവങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, ഒരുപാട് ജാറങ്ങളെ ആരാധിക്കുന്ന ആളുകളുണ്ട്, മക്ബറകളെ. എങ്ങനെ ആരാധിക്കുന്നു ചോദിച്ചാൽ പറയും ഞങ്ങൾ ആരാധിക്കാറില്ല. പക്ഷെ എന്താ ചെയ്യാറുള്ളത്? അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുന്ന എല്ലാ പ്രാർത്ഥനയും ഈ ജാറത്തിൽ കിടക്കുന്ന ആളുകളുടെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, അവരോട് പോയി കാര്യം പറയാറുണ്ട്. അള്ളാഹ്ക്ക് കൊടുക്കുന്ന ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്കാണ് അവർ കൊടുക്കുന്നത്. അത് ആരാധനയാണ്. ഇങ്ങനെയുള്ള പല ആൾ ദൈവങ്ങളും, പല മക്ബറകളും, പല തങ്ങന്മാരും, പല സ്വാമികളും, പല പിന്നെ ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരും, ഇങ്ങനെയുള്ള പല ദൈവങ്ങളും പല ആളുകളുടെ മനസ്സിലുണ്ട്. ഏതെങ്കിലും പ്രയാസ പ്രതിസന്ധിയിൽ അവർ അവലംബിക്കാൻ കാണുന്ന അവരുടെ അവലംബം, അതാണ് അവരുടെ ആരാധ്യം. ഇങ്ങനെയുള്ള എല്ലാ ആരാധനയും നിന്റെ മനസ്സിൽ നിന്ന് ആദ്യം നീ ഒഴിവാക്കണം. അതാണ് നഫിയ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ശേഷമാണ് ഇസ്ബാത്ത്, നീ സ്ഥിരീകരിക്കണം. അവിടെ അള്ളാഹുവിനെ കൊണ്ടുവെക്കണം. റബ്ബാണ് യഥാർത്ഥത്തിന് ആരാധനക്കാരൻ, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. ഇതോടെ ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയായി. ഈ ഷഹാദത്ത് പൂർത്തിയാകുമ്പോൾ പിന്നെ നാം ശ്രദ്ധിക്കണം, ഈ ഷഹാദത്ത് പൂർത്തിയായതിനു ശേഷം പിന്നെ ഇനി എന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരാൻ പാടില്ല. ആ ഷഹാദത്ത് ബാത്തിലാകുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. അത് നാം കാത്തു സൂക്ഷിക്കണം. നാം നമസ്കാരത്തെ, നോമ്പിനെ, സക്കാത്തിനെ, ഹജ്ജിനെ ഒക്കെ കാത്തു സൂക്ഷിച്ചതുപോലെ അത് ബാത്തിലാകാതെ നാം കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ബാത്തിലായാൽ തന്നെ അതിനുള്ള ഫിദിയ നമുക്കറിയാം, അത് നാം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അതിന്റെ യഥാർത്ഥ ശുറൂത്തുകൾ, അതിന്റെ ഷർത്തുകളും റുക്നുകളും പഠിക്കുമ്പോഴാണ് അതനുസരിച്ച് നമുക്ക് ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കുക. നോക്കൂ സഹോദരങ്ങളെ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഒന്നാമത്തെ ഷർത്ത് എന്താണ്? ഞാൻ ആദ്യം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ നാട്ടിലുള്ള ചില സമസ്ത പള്ളി ദർസിലൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രൂപത്തിൽ വിശദീകരിക്കാറില്ല. വിശദീകരിച്ചാൽ, ഞാനിപ്പോൾ വിശദീകരിച്ച ഈ രൂപത്തിൽ വിശദീകരിച്ചാൽ സമസ്തയിൽ ഒരാൾക്ക് നിൽക്കാൻ സാധ്യമല്ല. അവരെ ചെറുതാക്കലോ ഒച്ചാക്കലോ ഒന്നുമല്ല. ഒരാളെ മുശ്രിക്കാക്കാനോ കാഫിറാക്കാനോ നമുക്ക് ആർക്കും അവകാശമില്ല. മറിച്ച് അവർ മുശ്രിക്കാവാൻ പാടില്ല, അവർ കാഫിറാവാൻ പാടില്ല, നാം ആവാൻ പാടില്ല, ആരും ആവാൻ പാടില്ല. എല്ലാ ആളുകളും, നാം എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നുവല്ലോ സ്വർഗത്തിലെത്തണം. ആ സ്വർഗത്തിലെത്തണമെങ്കിൽ ആദ്യം നന്നാവേണ്ടത് നമ്മുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും മനുഷ്യരായിട്ടുള്ള, ഏറെ ഒന്നും കൂടി സ്പെഷ്യലായി പറഞ്ഞാൽ ഷഹാദത്ത് അംഗീകരിച്ച ആളുകൾ അതിന്റെ റുക്നുകളും അതിന്റെ ഷർത്തുകളും പഠിക്കണം. ഇല്ല എങ്കിൽ അത് ബാത്തിലാകുമ്പോൾ നമുക്കത് മനസ്സിലാകാതെ പോകും. ഒന്നാമതായി ഷഹാദത്തിന്റെ റുക്ന് എന്നുള്ളത് അൽ ഇൽമ്. ഷഹാദത്തിന്റെ ഷർത്ത്, റുക്ന് ഞാൻ ആദ്യം പറഞ്ഞു. അതിന്റെ ഷർത്ത് എന്താണ്? അൽ ഇൽമ്, അറിവ്, അറിവ് നേടുക. ഈ സാക്ഷ്യവചനത്തിന്റെ അർത്ഥവും ആശയവും സംശയലേശമന്യേ ബോധ്യപ്പെടുക എന്നതാണ് ഇതിന്റെ താല്പര്യം. ഒരു നിലക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അറിവ് ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പൂർണ്ണമായും നാം നേടണം. ഇതിന് തെളിവെന്താണ്? പല ആളുകളും ചോദിക്കാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പല സമസ്ത മദ്രസകളിൽ ഈ ഷർത്ത് പഠിപ്പിക്കാറില്ല. സമസ്തയിലുള്ള മദ്രസ കുട്ടികളോടോ, ഒരു പള്ളി ദർസിൽ പഠിക്കുന്ന ഒരു മുതഅല്ലിമിനോടോ, അതല്ലെങ്കിൽ അവിടുത്തെ മുദരിസിനോട് പോലും ചോദിച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് അവർക്ക് അറിയില്ല. അത് അറിഞ്ഞ ഒരാൾ സമസ്തയിൽ നിൽക്കാൻ സാധ്യവുമല്ല.
കാരണം അത് രഹസ്യമായി എവിടെയെങ്കിലും ഒളിച്ചു നിൽക്കണം എന്നതല്ലാതെ പരസ്യമായി ആ ഷഹാദത്ത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അതിന്റെ ഷർത്ത് സമൂഹത്തിലേക്ക് പഠിപ്പിക്കാൻ തുടങ്ങിയാൽ പിന്നെ സമസ്തയിൽ നിന്ന് അവൻ പുറത്താകും, ഉറപ്പാണ്. കാരണം അതാണ് തൗഹീദ്. തൗഹീദിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കണമെങ്കിൽ യഥാർത്ഥ അതിന്റെ ഷർത്ത് ഉൾക്കൊണ്ട് നാം ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കണം. നോക്കൂ, ഇതിന് തെളിവെന്താണ്? ഒന്നാമതായി നിങ്ങൾ നേടേണ്ടത് അറിവാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ഈ സാക്ഷ്യവചനം അതിന്റെ അർത്ഥവും ആശയവും സംശയലേശമെന്നേ ബോധ്യപ്പെടുക. ഒരു നിലക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. ഇതിന് തെളിവ് സൂറത്തുൽ മുഹമ്മദ് 47-ാമത്തെ അധ്യായം 19-ാമത്തെ വാചകമാണ്. എന്താണ്? ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ഇവിടെ അല്ലാഹു പ്രയോഗിച്ചു. ഫഅലം അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്. ആകയാൽ ഫഅലം, നീ മനസ്സിലാക്കണം, നീ പഠിക്കണം, നീ അറിയണം. അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ യാതൊരു ആരാധ്യനില്ല എന്നുള്ളത്, ദൈവമില്ല എന്നുള്ളത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഒരു ഇലാഹുമില്ല, ഒരു ശക്തിയുമില്ല എന്ന് നീ മനസ്സിലാക്കണം, പഠിക്കണം, അറിയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്. ഇവിടെ നാം നോക്കൂ, ഈ ആയത്ത് ഇറങ്ങുന്നത് തന്നെ മദീന കാലഘട്ടത്തിലാണ്. 10 വർഷം അല്ലെ, അതിൽ കൂടുതലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട്, പ്രബോധനം നടത്തിയിട്ടുണ്ട്. പിന്നെയും അല്ലാഹു നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. ഫഅലം, നീ അറിയണം, മനസ്സിലാക്കണം. നബി തങ്ങളെ അല്ലാഹു ഇത്രത്തോളം ഗൗരവത്തിൽ വീണ്ടും പഠിപ്പിക്കണമെങ്കിൽ അത് എത്ര വലിയ ആശയമായിരിക്കും. അത് എന്തുകൊണ്ടാണ് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്? അതിന്റെ മഹത്വം അത്രത്തോളം ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അത് വെറും ഒരു ചെറിയ വാചകമല്ല. അത് എവിടെയെങ്കിലും ആടാനും പാടാനും തൊട്ടിലാട്ടാനും കുട്ടികളെ, അതല്ലെങ്കിൽ എവിടെയെങ്കിലും പാടാനും ഉള്ള ഒന്നല്ല. അത് വെറുതെ ഒരു മന്ത്രമായി വായിക്കൊണ്ട് പറയാനുള്ളതല്ല. അതിനെ പറഞ്ഞ് ദിക്ർ എന്ന രൂപത്തിൽ ആട്ടവും ചാട്ടവും കളിക്കാനുള്ളതല്ല. അത് വലിയൊരു ജീവിതത്തിന്റെ വിജയത്തിന്റെ ഏറ്റവും വലിയ മന്ത്രമാണത്. ഒരു ഇലാഹുമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഏറ്റവും വലിയ ആദർശമാണത്. ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വീണ്ടും നബി തങ്ങളോട് മദീന കാലഘട്ടത്തിൽ ഹിജ്റയ്ക്ക് ശേഷം നബി തങ്ങളോട് പറയാനുള്ള കാരണം? സൂപ്പർ ക്ലാരിറ്റി എന്ന് ഞാൻ പറയും. വളരെ വ്യക്തമായി നബി തങ്ങളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ വിശാലമായി പഠിക്കേണ്ട ഒരു വിഷയമാണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതാണ് ഷഹാദത്തിന്റെ ഷർത്തിൽ ഒന്നാമതായി പറയുന്നത്, അറിവ് നേടുക. ഇതിന് മറ്റൊരു തെളിവ് നോക്കൂ. മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന് പൂർണ്ണാർത്ഥത്തിൽ അറിഞ്ഞു മരണപ്പെട്ടവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. പറഞ്ഞു മരണപ്പെട്ടവൻ എന്നല്ല, പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്ന് നമുക്ക് ഹദീസുണ്ട് അല്ല, ആഖ കലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖൽ ജന്ന ഹദീസുണ്ട്. എന്നാൽ അവിടെയും എന്താണ് അതിൽ ആശയമുള്ളത്? അത് അറിഞ്ഞു പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായി അത് പ്രഖ്യാപിച്ചവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കുക. അല്ലാതെ നോക്കൂ, ഫിർഔൻ അവസാനം മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം പറഞ്ഞിട്ടുണ്ട്. ഫിർഔനിന്റെ റബ്ബിൽ, മൂസ നിന്റെ റബ്ബിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഫിർഔൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സ്വീകരിച്ചോ? ഇല്ല. കാരണം ഫിർഔൻ അതനുസരിച്ച് ജീവിച്ചിട്ടില്ല. അന റബ്ബുക്കുമുൽ അഅ്ല, ഏറ്റവും വലിയ ധിക്കാരിയായിരുന്നു. ഏറ്റവും വലിയ ഞാനാണ് റബ്ബി എന്ന് പറഞ്ഞ ലോകം കണ്ട ഏറ്റവും വലിയ ധിക്കാരി. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് അറിഞ്ഞുകൊണ്ട് പ്രഖ്യാപിക്കണം. അപ്പൊ അറിയണമെങ്കിൽ അത് പഠിക്കണം. അതാണ് ആദ്യത്തെ ഷർത്തിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്, അൽ ഇൽമ്, അറിവ് നേടുക, ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പഠിക്കുക. രണ്ടാമതായി നോക്കൂ, അൽ യഖീൻ, ദൃഢവിശ്വാസം. യഖീൻ എന്നാൽ യാതൊരു ചാഞ്ചല്യവും ഇല്ലാത്ത ഉറച്ച വിശ്വാസമാണ്. അഥവാ ഈ മഹദ്വചനത്തിന്റെ ആശയത്തിൽ ദൃഢമായ വിശ്വാസം ഉണ്ടാവാം. അത്തരത്തിൽ വിശ്വസിക്കുമ്പോൾ മാത്രമേ ഒരാൾ യഥാർത്ഥ മുഅ്മിനാവുകയുള്ളൂ. ഉറച്ച വിശ്വാസം. വിശ്വാസം രണ്ടു തരമുണ്ട്. ഒരു നിലക്കും സംശയമില്ലാതെ ഉറച്ചു വിശ്വസിക്കുക, അതാണ് ദൃഢവിശ്വാസം. അതിനെയാണ് യഖീൻ എന്ന് പറയുന്നത്. അതിന് തെളിവെന്താണ്? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹ് ഉലൈക ഹുമുസ് സാദിഖൂൻ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജുറാത്തിൽ 16-ാമത്തെ ആയത്താണ് പറയുന്നത്, അല്ലാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നീട് സംശയിക്കാതിരിക്കുകയും. ഒരു നിലക്കും സംശയം പാടില്ല. അതാണ് ദൃഢവിശ്വാസം എന്ന് പറയാനുള്ള കാരണം. സംശയമുള്ള ആളുകൾക്ക് ദൃഢവിശ്വാസം ഉണ്ടാവുകയില്ല. ഒരു നിലക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. തങ്ങളുടെ സ്വത്തുക്കളും ശരീരങ്ങളും കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമരം നടത്തുകയും ചെയ്തവരാരോ അവർ മാത്രമാകുന്നു സത്യവിശ്വാസികൾ. അവർ തന്നെയാകുന്നു സത്യവാന്മാർ. സത്യവിശ്വാസികളുടെ ക്വാളിറ്റിയാണ് ഇവിടെ പറയുന്നത്. സത്യവാന്മാരുടെ ക്വാളിറ്റിയാണ് ആദ്യം പറയുന്നത്. അള്ളാഹുവിലും അവന്റെ ദൂതനിലും ഉറച്ച വിശ്വാസം വേണം. ഒരു നിലക്കും സംശയം ഉണ്ടാകാൻ പാടില്ല. അതാണ് യഖീൻ എന്ന് പറഞ്ഞാൽ.
ഇത് വിശുദ്ധ ഖുർആനിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഹൃദയത്തിൽ വിശ്വാസമില്ലാതെ സംശയത്തോടെ മുഴുവൻ ജനങ്ങളും കേൾക്കുമാർ അനേകായിരം തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പല ആളുകളും ആവർത്തിച്ചാലും വിശ്വാസം പൂർത്തിയാവുകയില്ല. അത് ദൃഢവിശ്വാസത്തോടെ ഉച്ചരിച്ചാൽ മാത്രമേ ഉപകാരപ്പെടുകയുള്ളൂ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസ് നോക്കൂ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണുക. ഫമൻ ലഖീത മിൻ വറാഇ ഹാദിൽ ഹായിതി യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുസ്തഖീനൻ ബിഹാ ഖൽബുഹു ഫബശ്ശിർഹു ബിൽ ജന്ന. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മറ്റൊരു തെളിവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ രണ്ടാമത്തെ ഷർത്തിനുള്ള രണ്ടാമത്തെ തെളിവാണ്. നോക്കൂ, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ദൃഢവിശ്വാസത്തോടെ സാക്ഷ്യം വഹിച്ച ഒരുവനെ ഈ മതിലിനപ്പുറം നീ കണ്ടാൽ അവന് നീ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണം. ദൃഢവിശ്വാസത്തോടെ എന്താ പറഞ്ഞത്? ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ലെന്ന് ദൃഢവിശ്വാസത്തോടെ സാക്ഷ്യം വഹിച്ച ഒരുവനെ, പറഞ്ഞ ഒരുവനല്ല, ദൃഢവിശ്വാസത്തോടെ സാക്ഷ്യം വഹിക്കണം. അവിടെയാണ് എന്ത് പറഞ്ഞത്? പിന്നെ യഖീൻ വരുന്നത്. ദൃഢവിശ്വാസം വേണം. യഥാർത്ഥ ഒരു നിലക്കും സംശയമില്ലാതെ വിശ്വസിക്കണം. അവനോടാണ് സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുന്നത്. പിന്നെ നിനക്കെന്ത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിലുള്ള ആളുകൾക്ക് അറിയിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇനി മൂന്നാമതായി അൽ ഇഖ്ലാസ്. എന്താണ് ഇഖ്ലാസ്? ഈ സാക്ഷ്യ പ്രഖ്യാപനത്തിൽ തികഞ്ഞ ഇഖ്ലാസ് അഥവാ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. കളങ്കരഹിതമായും അള്ളാഹു അല്ലാത്തവരെ ലവലേശം പങ്കു ചേർക്കാതെയും അള്ളാഹുവിന് മാത്രം ആരാധനകൾ സമർപ്പിക്കണമെന്ന സാരമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു പറയും, നോക്കൂ, വമാ ഉമിറു, ഇതിനുള്ള തെളിവാണ്. മൂന്നാമത്തെ ഇഖ്ലാസ് ആണ് ആത്മാർത്ഥത, അല്ലെ? അതിനുള്ള തെളിവ് വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാഅ വയുഖീമുസ്സലാത്ത വയുഅ്തുസ് സകാത്ത് വദാലിക ദീനുൽ ഖയ്യിമ. കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അല്ലാഹുവിനെ ആരാധിക്കുവാനും നമസ്കാരം നിലനിർത്തുവാനും സകാത്ത് നൽകുവാനും അല്ലാതെ അവരോട് കൽപ്പിക്കപ്പെട്ടില്ല. അതത്രേ വക്രതയില്ലാത്ത മതം. എന്താ തുടക്കത്തിൽ പറഞ്ഞത്? കീഴ്വണക്കം അല്ലാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ അവൻ ആരാധിക്കണം. അതാണ് മുഖ്ലിസ്. വമാ ഉമിറു ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അപ്പൊ സകാത്തും അതുപോലെ തന്നെ നമസ്കാരമൊക്കെ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കിക്കൊണ്ട് ഋജുമനസ്കരായ നിലയിൽ ഇഖ്ലാസോടെ ആരാധന നിർവഹിക്കണം. എങ്കിലേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആ ഒരു സാക്ഷ്യവചനം പ്രഖ്യാപിക്കുമ്പോൾ അത് ഇഖ്ലാസോടെ ആയിരിക്കണം, ആത്മാർത്ഥതയോടെ ആയിരിക്കണം. രണ്ടാമത്തെ തെളിവ് നോക്കൂ, വിശുദ്ധ ഖുർആനിൽ മറ്റൊരു ആയത്ത്, സൂറത്തു സുമറിൽ മൂന്നാമത്തെ ആയത്താണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് والذين اتخذوا من دونه أولياء ما نعبدهم إلا ليقربونا إلى الله زلفى إن الله يحكم بينهم فيما هم فيه يختلفون إن الله لا يهدي من هو كاذب كفار. സൂറത്ത് സുമർ മൂന്നാമത്തെ ആയത്താണ്. അറിയുക, അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാകുന്നു നിഷ്കളങ്കമായ കീഴ്വണക്കം. രണ്ടാമത്തെ തെളിവാണ്. നിഷ്കളങ്കമായ കീഴ്വണക്കം റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാണ്. അവന് പുറമെ രക്ഷാധികാരികളെ, നോക്കൂ, ഇവിടെയാണ് നമ്മുടെ വിഷയം. അവന് പുറമെ, അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ചവർ പറയുന്നു അള്ളാഹുവിലേക്ക്. അള്ളാഹുവിന് പുറമെ എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെ വിട്ടുകൊണ്ടല്ല, അള്ളാഹുവിന്റെ കൂടെ തന്നെ രക്ഷാധികാരികളെ സ്വീകരിക്കുന്നു. അതാണ് അതിനപ്പുറം വായിച്ചാൽ നമുക്കറിയാം. അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. അതാണ് അവർ പറയുന്ന വാക്ക് മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ. അള്ളാഹുവിന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകളോട് അള്ളാഹിന്റെ റസൂൽ ചോദിക്കുന്നുവല്ലോ, നിങ്ങൾ എന്തിനെ അവരെ വിളിച്ചു തേടുന്നു? എന്തിനു നിങ്ങൾ അവരോട് ബലമേൽപ്പിക്കുന്നു, അവരോട് പ്രാർത്ഥിക്കുന്നു? അല്ലെ, ലാത്തനോടും മനാത്തനയോടും യഹൂബിനോടും പിന്നെ നസറിനോടും ഇവരോടെല്ലാം വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അള്ളാഹിന്റെ റസൂൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവരെ വിളിച്ചു തേടുന്നത്? അള്ളാഹു പോലെ. അപ്പോൾ അവർ കൊടുത്ത മറുപടിയാണിത്. എന്ത്? ഇല്ലാ യുഖർരിബൂന മാ നഅ്ബുദുഹും ഇല്ലാ യുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. അവന് പുറമെ രക്ഷാധികാരികളെ സ്വീകരിച്ച ആളുകൾ പറയുന്നത് എന്താണ്? അള്ളാഹുവിലേക്ക് ഞങ്ങൾക്ക് കൂടുതൽ അടുപ്പമുണ്ടാക്കി തരാൻ വേണ്ടി മാത്രമാകുന്നു ഞങ്ങൾ അവരെ ആരാധിക്കുന്നത്. ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും പറയാറുള്ളത്? ജാറങ്ങളിൽ പോയി സഹായം തേടുന്നു. അള്ളാഹുവിനോട് തേടുന്ന സഹായ തേട്ടം പല മനുഷ്യന്മാരോട്, പല തങ്ങന്മാരെടുത്തും ബീവിമാരെടുത്തും ഹോജമാരെടുത്തും ഒക്കെ പോയി പറയുന്നുണ്ട്. അതങ്ങനെ പറയുമ്പോൾ അവന്റെ ഷഹാദത്ത് ബാത്തിലാകുന്നുണ്ട്, അവൻ അറിയുന്നില്ല. കാരണം എന്ത്? ഇതേ വാക്കാണ് ആര് പറഞ്ഞത്? മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പറഞ്ഞത്.
അവർ അള്ളാഹുവിലേക്ക് അടുപ്പമുണ്ടാക്കാനാണ് ഞങ്ങൾ അവരെ വിളിച്ചു തേടുന്നത്, അവരോട് കാര്യം പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയാൻ നോക്കൂ, അവർ ഏതൊരു കാര്യത്തിൽ ഭിന്നത പുലർത്തുന്നുവോ അതിൽ അള്ളാഹു അവർക്കിടയിൽ വിധി കൽപ്പിക്കുക തന്നെ ചെയ്യും. നുണയനും നന്ദി കെട്ടവനുമായിട്ടുള്ളവനാരോ അവൻ അള്ളാഹു നേർവയിലാക്കുകയില്ല. നുണയനും, കളവ് പറയുന്ന ആളുകൾ, നന്ദി കെട്ട ആളുകൾ, അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത ആളുകൾ അള്ളാഹു ഒരിക്കലും നേർവയിലാക്കുകയില്ല. സൂറത്ത് സുമറിൽ 3-ാമത്തെ ആയത്താണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇഖ്ലാസോടെ, ഇഖ്ലാസ് നിഷ്കളങ്കതയോടെയാണ് റബ്ബിനെ ആരാധിക്കേണ്ടത്. അപ്പോ 3-ാമത്തെ ഷർത്ത് ഇഖ്ലാസാണ്. അതിന് മറ്റൊരു തെളിവുണ്ട്. അസ്അദുന്നാസി ബിശഫാഅതി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബി. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. ഹൃദയത്തിൽ ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞവനാണ് പരലോകത്ത് എന്റെ ശുപാർശ ലഭിക്കാൻ മഹാഭാഗ്യമുണ്ടാവുക. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. എന്താണ് ഇവിടെ പറഞ്ഞത്? ഹൃദയത്തിൽ ഇഖ്ലാസോടെ, അതാണ് 3-ാമത്തെ ഷർത്ത്. ചില ആളുകൾ തെളിവ് ചോദിക്കാറുണ്ട്. ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചാലേ അവന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിഞ്ഞവനാണ് പരലോകത്ത് എന്റെ ശുപാർശ ലഭിക്കാൻ മഹാഭാഗ്യമുണ്ടാവുക. അല്ലാഹുവിന്റെ റസൂലിന്റെ ശുപാർശ കിട്ടണമെങ്കിൽ അത് ഇഖ്ലാസോടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മൊഴിയണം. അത് 3-ാമത്തെ ഷർത്താണ്. അല്ലാത്ത പ്രഖ്യാപനം വെറും വായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. കാരണം നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്? എടുത്ത ഹൈന്ദവർ പറയാറില്ല. അവരുടെ ഗദ്യങ്ങളിലും പദ്യങ്ങളിലും പാട്ടിലും ഒരുപാട് ഗായകന്മാർ, യേശുദാസ്, മാർക്കോസ് പോലെയുള്ള ആളുകൾ പാട്ടിലും കവിതകളിലൊക്കെ സ്റ്റേജുകളിലൊക്കെ ഇങ്ങനെ പറയുന്നു, പ്രസംഗിക്കുന്നു. പ്രസംഗത്തിന്റെ ഇടയിൽ പറയുന്നു അവർ മുസ്ലിമായോ, ഷഹാദത്ത് ഉൾക്കൊണ്ട ആളായോ, അവർ മുഅ്മിനായോ? ഇല്ല. കാരണം എന്താ? അത് ഇഖ്ലാസോടുള്ള പിന്നെ പ്രഖ്യാപനമല്ല, സംസാരമല്ല. അതുകൊണ്ട് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയത്തിലേക്ക് ഇറക്കണം. അതിന്റെ ആശയം ഇറങ്ങണം. അതിന്റെ ഷർത്ത് നാം പഠിക്കണം. അതിന്റെ റുക്ന് നാം അറിയണം. ആ രൂപത്തിൽ നാം ലാ ഇലാഹ ഇല്ലല്ലാഹയെ കാത്തു സൂക്ഷിക്കണം. 4-ാമതായി നോക്കൂ, അസ്വിദ്ഖ്, സത്യസന്ധത. വിശ്വാസത്തിലും ആദർശത്തിലും സത്യസന്ധതയോടെ നിലകൊള്ളുക. അതോടൊപ്പം ഖുർആനിലും തിരുചര്യയിലും വന്ന മുഴുവൻ കാര്യങ്ങളും സത്യപ്പെടുത്തുകയും ചെയ്യുക. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ 4-ാമത്തെ ഷർത്ത്, സ്വിദ്ഖ് എന്നുള്ളത്. വിശ്വാസത്തിലും ആദർശത്തിലും സത്യസന്ധതയോടെ നിലകൊള്ളണം. ഖുർആനിലും സുന്നത്തിലും പറഞ്ഞ എല്ലാ കാര്യത്തെയും 100% സത്യപ്പെടുത്തണം. അതിൽ ലവലേശം സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളയും റസൂലും ഒരു കാര്യം പറഞ്ഞോ, പിന്നെ നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. പിന്നെ എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അത് എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, അത് എന്റെ ജീവിതത്തിന് പ്രയാസമാണ്, ഒന്നും തോന്നാൻ പാടില്ല. കാരണം സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. ഒരു കാര്യം അള്ളാന്റെ റസൂൽ പറഞ്ഞാൽ സമഅന വഅതഅന, കേട്ടു അനുസരിച്ചു, പിന്നെ ചോദ്യമില്ല. കാരണം അതാണ് ആദർശം. അള്ളാഹുവിനനുസരിക്കാൻ പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതിൽ പിന്നെ സംശയിക്കാൻ പാടില്ല, മറുചോദ്യമില്ല. അള്ളയും റസൂലും പറഞ്ഞിട്ടുണ്ടോ എന്നൊരു അന്വേഷണം നാം നടത്തണം. അത് നിർബന്ധമാണ്. ഇല്ല എങ്കിൽ എല്ലാം അള്ളയും റസൂലും പറഞ്ഞു എന്ന് പല പുരോഹിതന്മാർ നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കും, അങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം പുരോഹിതന്മാരെ സൂക്ഷിക്കാൻ അള്ളാഹ് പറയുന്നുണ്ട് സൂറത്ത് തൗബയിൽ 34-ാമത്തെ ആയത്തിൽ. അതുപോലെ തന്നെ സൂറത്തുൽ അഹ്സാബിൽ 66 തൊട്ട് 68-ാമത്തെ ആയത്ത് വരെ നിങ്ങളൊന്ന് നോക്കൂ. പുരോഹിതന്മാർ വഞ്ചിക്കും എന്ന് അള്ളാഹയാണ് പറഞ്ഞത്. അപ്പൊ എന്ത് ചെയ്യണം? അത് സത്യസന്ധതയോടെ നാം അത് ഉൾക്കൊള്ളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന് തെളിവെന്താണ്? പിന്നെ സൂറത്തുൽ അൻകബൂത്തിൽ 3-ാമത്തെ ആയത്താണ്. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. അവരുടെ മുമ്പുണ്ടായിട്ടുള്ളവരെ മുമ്പുണ്ടായിരുന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞവർ ആരെന്ന് അള്ളാഹു അറിയുക തന്നെ ചെയ്യും. കള്ളം പറയുന്നവരെയും അവൻ അറിയും. സത്യം പറഞ്ഞവർക്കാണ് വിജയമുള്ളത്. ഒരുപാട് ആളുകൾ കളവ് പറയുന്ന ആളുകൾ, കളവ് പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച ആളുകളെയൊക്കെ അള്ളാഹു പിടിച്ചിട്ടുണ്ട്. സത്യം പറയുന്ന ആരാണെന്ന് അള്ളാഹുവിന് അറിയണം. സത്യസന്ധതയോടെ പ്രഖ്യാപിക്കേണ്ട ഒരു മഹത് വചനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്. ഈ 2 സാക്ഷ്യവചനം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് ബാത്തിലാകാതെ അതിന്റെ നിബന്ധനകളൊക്കെ നാം പഠിക്കണം. ഇനി അടുത്ത തെളിവ് നോക്കൂ, 4-ാമത്തെ ഷർത്തിനുള്ളത് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി വബിൽ യൗമിൽ ആഖിർ വമാ ഹും ബിമുഅ്മിനീൻ. സൂറത്ത് ബഖറയിൽ 8-ാമത്തെ ആയത്താണ്. ഞങ്ങൾ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല നബിയെ. അവർ കളവാണ് പറഞ്ഞത്. സത്യസന്ധന്മാരല്ല അവർ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് വായി കൊണ്ട് ഇങ്ങനെ പറയുന്ന ആളുകൾ, പല ആളുകൾ മുനാഫിഖുകളായിരുന്നു. മുനാഫിഖീങ്ങളും ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാഹു റസൂലുള്ളാഹി സ്വീകരിക്കുമോ? ഇല്ല. കാരണം അവർ സത്യസന്ധന്മാരല്ല, നുണയന്മാരാണ്, വഞ്ചകരാണ്, കാപട്യമുള്ളവരാണ്. അല്ലെ? അങ്ങനെയുള്ള ആളുകളെ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹിന് ആവശ്യമില്ല.
അതാണ് ഇവിടെ അതിനുള്ള തെളിവ്. സിദ്ഖിനുള്ള സത്യസന്ധതക്കുള്ള നാലാമത്തെ ഷർത്തിനുള്ള തെളിവ് പറഞ്ഞത്. രണ്ടാമത്തെ തെളിവ് കൂടിയുണ്ട്. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വാദിഖൻ ബിഹാ ദഖലൽ ജന്ന. സത്യസന്ധമായി കൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇവിടെ നോക്കൂ, എന്താ പറയുന്നത്? സത്യസന്ധമായി കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് പണ്ഡിതന്മാർ പറയുമ്പോൾ അതിനുള്ള വ്യക്തമായ തെളിവും കൂടി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഖൗലാണ്, വഹിയാണ്. ഈ തെളിവോടെയാണ് കാര്യങ്ങൾ ഓരോന്നും പറയുന്നത്. നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും എങ്ങനെ? സ്വാദിഖൻ ബിഹാ, സത്യസന്ധമായി കൊണ്ട്, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഇഖ്ലാസോടെ, സത്യസന്ധതയോടെ, ഇതൊക്കെ ആവശ്യമാണ്. ഇഖ്ലാസും സത്യസന്ധതയും അല്ലെ, അറിവും, അതുപോലെ തന്നെ പിന്നെ ദൃഢവിശ്വാസവും, ഇതൊക്കെ ആവശ്യമാണ്. എങ്കിലേ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണാർത്ഥത്തിൽ അത് ഉൾക്കൊണ്ടവനായി തീരുകയുള്ളൂ. അഞ്ചാമതായി നോക്കൂ, അൽ ഹുബ്, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെയും ഒരു മഖ്ലൂക്കിനെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുകയും അവൻ വെറുത്തതിനെ വെറുക്കുകയും ചെയ്യുക. അള്ളാഹു എന്തിനെ ഇഷ്ടപ്പെട്ടോ അള്ളാഹു എന്തിനെ വെറുത്തോ, ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, വെറുത്തതിനെ വെറുക്കുക. അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകുക എന്നതാണ് ഇതിന്റെ ഉദ്ദേശം. എന്താണ്? അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും മുൻഗണന നൽകണം. അള്ളാഹിന്റെ ഇഷ്ടത്തിന് മറ്റെന്തിനേക്കാളും മുൻഗണന, അതിനേക്കാളും മറ്റ് ഒന്നുമില്ല നമുക്ക്. റബ്ബിന്റെ ഇഷ്ടമാണ് ഏറ്റവും വലിയ ഇഷ്ടം. അത് നമുക്കത് ഇഷ്ടപ്പെടണം. അല്ലാഹു പറയുന്നു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് വലൗ യറല്ലദീന ളലമൂ ഇദ് യറൗനൽ അദാബ അന്നൽ ഖുവ്വത ലില്ലാഹി ജമീഅൻ വഅന്നല്ലാഹ ശദീദുൽ അദാബ്. സൂറത്തുൽ ബഖറ 165-ാമത്തെ ആയത്താണ്. എന്താണ് ഇവിടെ അല്ലാഹു പറയുന്നത്? അള്ളാഹുവിന് പുറമെ ഉള്ളവരെ അവന് സമന്മാരാക്കുന്ന ചില ആളുകളുണ്ട് മനുഷ്യരുടെ കൂട്ടത്തിൽ. അള്ളാഹുവെ സ്നേഹിക്കുന്നത് പോലെ ഈ ആളുകൾ അവരെയും സ്നേഹിക്കുന്നു. എന്നാൽ സത്യവിശ്വാസികൾ അള്ളാഹുവോട് അതിശക്തമായ സ്നേഹമുള്ളവരത്രേ. ഈ അക്രമികൾ പരലോക ശിക്ഷ കൺമുമ്പിൽ കാണുന്ന സമയത്ത് ശക്തി മുഴുവൻ അള്ളാഹുവിനാണെന്നും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്നും അവർ കണ്ടറിഞ്ഞിരുന്നുവെങ്കിൽ അതവർക്ക് എത്ര ഗുണകരമാകുമായിരുന്നു. സൂറത്തുൽ ബഖറ 165-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ ഒരാളെയും സ്നേഹിക്കാൻ പാടില്ല. ചില ആളുകൾ ഉണ്ട്, ഇവിടെ നോക്കൂ, അള്ളാഹിനെ അവർ സ്നേഹിക്കുന്നവരാണ്, പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ളവരെയും സ്നേഹിക്കും. അതിലൂടെ എന്ത് വന്നു? ശിർക്ക് വന്നു. അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹിനോട് സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അള്ളാഹിനോട് പലതും നമുക്ക് പറയാനുണ്ട്. അത് അള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ടാണ് നാം എല്ലാം പറയുന്നത്. അള്ളാഹിനോട് എല്ലാം പറയുമ്പോൾ അതിനോടൊപ്പം അള്ളാഹിനോട് അതിയായ സ്നേഹം വിശ്വാസികൾക്കുണ്ട്. ഏറെ ഇഷ്ടപ്പെടുന്ന ആളുകളോടല്ല എല്ലാം പറയുന്നത് നാം. അതുകൊണ്ട് അള്ളാഹിനോട് ഏറെ ഇഷ്ടപ്പെട്ട് പറയുന്ന കാര്യങ്ങളൊന്നും അള്ളാഹിന്റെ പടപ്പുകളോട് പറയാൻ പാടില്ല. ഹിദായത്തിന് വേണ്ടി നാം ചോദിക്കുന്നു അള്ളാഹുവിനോട് മാത്രം, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സ്വർഗ്ഗത്തിന് നാം ചോദിക്കുന്നു അല്ലാഹുവേ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന. നരകത്തിൽ നിന്ന് നാം കാവൽ ചോദിക്കുന്നു അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നാം പറയുന്നു അല്ലാഹുമ്മ യാ മുഖല്ലിബുൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനി. അല്ലേ, ഇതെല്ലാം അള്ളാഹുവിന്റെ പടപ്പുകളോട് പറയാൻ പാടില്ല. അത് അള്ളാഹുവിനോട് മാത്രം പറയേണ്ടതാണ്. ഇത് അള്ളാഹു അല്ലാത്തവരോട് പറയുമ്പോൾ അവിടെ ശിർക്കായി വരും, അള്ളാഹുവിൽ പങ്കു ചേർക്കലായി മാറും. അള്ളാഹുവിന് കൊടുക്കുന്ന ഇബാദത്ത് അള്ളാഹുവിന്റെ മഖ്ലൂക്കുകൾക്ക് കൊടുക്കലായി മാറും. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കും പോലെ മറ്റൊരാളെയും സ്നേഹിക്കാൻ പാടില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടുക, അള്ളാഹു വെറുത്തതിനെ വെറുക്കുക. അതാണ് യഥാർത്ഥത്തിലുള്ള സ്നേഹം. മനസ്സിലായില്ലേ? ആ രൂപത്തിലായിരിക്കണം. അതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞത്. ഇനി അള്ളാഹുവിനെയും പ്രവാചകന്മാരെയും സ്നേഹിക്കുകയും അവരുടെ ഇഷ്ടങ്ങൾക്ക് മുൻഗണന കൊടുക്കുകയും വേണം. അള്ളാഹു ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങൾ, സമയങ്ങൾ, വ്യക്തികൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ മുതലായ മുഴുവനും നാമും ഇഷ്ടപ്പെടണം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, സലാസ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. അതായത് 3 കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം അനുഭവിക്കാനാകും. ഒന്നെന്താണ്? യഖൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അള്ളാഹും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും തനിക്ക് പ്രിയപ്പെട്ടതായിരിക്കുക. ഇമാം ബുഖാരി, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അള്ളാഹും അവന്റെ റസൂലും മറ്റെന്തിനേക്കാളും തനിക്ക് പ്രിയപ്പെട്ടതാക്കണം. ഏറ്റവും കൂടുതൽ ഇഷ്ടം അള്ളാഹിനോടും റസൂലിനോടായിരിക്കണം. യഥാർത്ഥ സ്നേഹം. അതുപോലെ ഇഷ്ടപ്പെടുന്ന ഒരാളും ഒരു മഖ്ലൂക്കും ഉണ്ടായിക്കൂടാ. അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് പോലെയല്ല അള്ളാഹിനെ ഇഷ്ടപ്പെടേണ്ടത്, അതിനേക്കാളും മുകളിലായിരിക്കണം. അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടാൻ പാടില്ല. അള്ളാഹിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അതിന്റെ താഴെയുള്ള സ്വഹാബത്തിനെയും നമ്മുടെ മാതാപിതാക്കളെയും പാടില്ല. ആദ്യം അള്ളാഹുവാണ്, പിന്നെ അള്ളാഹിന്റെ റസൂലാണ്, പിന്നീട് നമുക്ക് ബാധ്യതയുള്ളത് ആരോടാണെന്ന് ചോദിക്കുമ്പോൾ
പിന്നെ ഉമ്മുക്ക എന്ന് 3 പ്രാവശ്യം ശേഷം അല്ലാഹു റസൂൽ പറഞ്ഞല്ലോ അബൂക്ക ഉപ്പയോട്. അതുപോലെ സത്യവിശ്വാസികളോട് ആയിരിക്കണം. അപ്പൊ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെയും കൊണ്ടുവരാൻ പാടില്ല. അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു ഇബാദത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസ് നോക്കി, ഇതിന് തെളിവ് ഒരു തെളിവ് പറഞ്ഞു, 2 പറഞ്ഞു, മൂന്നാമതാണ് ഇത് പറയുന്നത് സ്നേഹത്തിന്. മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅതാ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. വല്ലവനും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്താൽ അവന്റെ വിശ്വാസം പൂർത്തിയായി. ഇവിടെ എല്ലാം പറയുന്ന വിശ്വാസമാണ്. വിശ്വാസമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പൂർത്തിയാവണമെങ്കിൽ ഇതൊക്കെ പൂർത്തിയാവണം. അതാണ് അതിന്റെ ഷർത്തിൽ ഉൾപ്പെടുത്തിയത്. അവന്റെ വിശ്വാസം പൂർത്തിയായി എന്നാണ് ഇവിടെ പ്രയോഗിച്ചത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹീന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ വിശ്വാസം പൂർത്തിയാവണമെങ്കിൽ ഷഹാദത്ത് പൂർത്തിയാവലാണ് യഥാർത്ഥ വിശ്വാസം പൂർത്തിയാവൽ. ഈ ഷഹാദത്ത് പൂർത്തിയാകണമെങ്കിൽ ചില കണ്ടീഷൻ ഉണ്ട്. അതാണ് ഇവിടെ എണ്ണി പറഞ്ഞത്. എന്ത്? വല്ലവനും അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും അള്ളാഹുവിന് വേണ്ടി വെറുക്കുകയും, ഇതൊക്കെ നാം ചെയ്യണം. ഒരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അള്ളാഹുവിന് വേണ്ടി, ഒരാളെ വെറുക്കുകയാണെങ്കിൽ അത് റബ്ബിന് വേണ്ടി വെറുക്കുകയും അള്ളാഹുവിന് വേണ്ടി നൽകുകയും, ദാനധർമ്മം, സ്വതക്ക, അതുപോലെ തന്നെ ശാരീരികമായ സഹായം, സഹകരണം, ഇതൊക്കെ എന്തിനു വേണ്ടി? അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെക്കുകയും ചെയ്താൽ ചില കാര്യം റബ്ബിന് വേണ്ടി തടയേണ്ടി വരും. ചില കാര്യം അള്ളാഹ്ക്ക് വേണ്ടി അവന്റെ സമ്പത്ത് കൊടുക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു തേടുന്ന ഒരുപാട് മജ്ലിസുകളുണ്ട്, മക്ബറകളുണ്ട്, ജാറങ്ങളുണ്ട്, അല്ലെ, അമ്പലങ്ങളുണ്ട്, ശിർക്കൻ കേന്ദ്രങ്ങളുണ്ട്, ബിദ്അത്തിന്റെ കേന്ദ്രങ്ങളുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ പണം കൊടുക്കാൻ പാടില്ല, തടഞ്ഞു വെക്കണം. നമ്മുടെ മക്കൾ കൊടുക്കുന്നുണ്ടെങ്കിലും തടയണം, പറഞ്ഞു കൊടുക്കണം. റബ്ബ് തന്ന സമ്പത്തിനെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കും, അല്ലെ, ഒരു ഹറാമിന്റെ ബിസിനസ് തുടങ്ങാൻ മകൻ ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ല, തടയണം. ഭാര്യ പറയുമ്പോൾ സ്ത്രീധനം കൊടുക്കാൻ, പണം കൊടുക്കാൻ ആവശ്യപ്പെടുമ്പോൾ തടയണം. കാരണം എന്ത്? അള്ളാഹുവിന് വേണ്ടി തടഞ്ഞു വെക്കണം. എന്നാൽ അവന്റെ വിശ്വാസം പൂർത്തിയായി. എണ്ണി പറഞ്ഞ ഓരോ കാര്യവും ഉണ്ടായാലാണ് വിശ്വാസം പൂർത്തിയാവുക. ഇതാണ് ഷഹാദത്തിന്റെ 5ാമത്തെ ഷർത്തിന്റെ തെളിവായി പറഞ്ഞത്. ഇത് അബൂ ദാവൂദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇനി 6ാമത്തത് ചില പണ്ഡിതന്മാർ 6ഉം 7ഉമായി പറയുന്നുണ്ട്. എന്നാൽ ഇവിടെ എങ്ങനെ പറഞ്ഞാലും പ്രശ്നമില്ല. കാരണം രണ്ടിനെയും ഒരൊറ്റ പദത്തിൽ ഒതുക്കിയിട്ടാണ് പറഞ്ഞത്. സ്വീകരിക്കലും കീഴ്പ്പെടലും. അൽ ഇൻഖിയാദു വൽ ഖബൂൽ. ചില ആളുകൾ ഇൻഖിയാദ് വേറെയും ഖബൂൽ വേറെയും എണ്ണി പറയുന്നവരുണ്ട്. അങ്ങനെ വരുമ്പോൾ നിബന്ധനകൾ 7ആയി വരും. 6 പറയണമെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ച് പറയണം. അൽ ഇൻഖിയാദു വൽ ഖബൂൽ, സ്വീകരിക്കലും കീഴ്പ്പെടലും. അതാണ് 6ാമത്തെ ഷർത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സത്യവാചകം ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കലും അതിന് എല്ലാ അർത്ഥത്തിലും കീഴൊതുങ്ങലുമാണ്. അള്ളാഹു അവന്റെ പ്രവാചകനും അറിയിച്ച മുഴുവൻ കാര്യങ്ങളും ഒന്നൊഴിയാതെ സ്വീകരിക്കുകയും ജീവിതത്തിന്റെ ഭാഗമാക്കുകയും ചെയ്യുക. അതാണ് ഇവിടെ പറഞ്ഞത്. വമാകാൻ, അതിന് 1ാമത്തെ തെളിവ് നോക്കൂ. വമാകാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസി അല്ലാഹ വറസൂലുഹു ഫഖദ് ളല്ല ളലാലൻ മുബീന. അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസിയായ ഒരു പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ അഭിപ്രായം ഉണ്ടായിരിക്കാവുന്നതല്ല. വല്ലവനും അല്ലാഹുവെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവന് വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. സൂറത്തുൽ അഹ്സാബിൽ 36ാമത്തെ ആയത്താണ്. എത്രാമത്തെ ആയത്താണ്? 36ാമത്തെ ആയത്താണ്. മനസ്സിലായില്ലേ? അപ്പോ ഇവിടെ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അല്ലാഹും അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ സത്യവിശ്വാസിയായ ഒരു പുരുഷനാവട്ടെ സ്ത്രീയാവട്ടെ തങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ച് സ്വതന്ത്രമായ ഒരു അഭിപ്രായം ഉണ്ടാവാൻ പാടില്ല. വല്ലവൻ അല്ലാഹുവും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവൻ വ്യക്തമായ നിലയിൽ വഴിപിഴച്ചിരിക്കുന്നു. അപ്പൊ ധിക്കാരം എന്നുള്ളത് പറഞ്ഞു. അല്ലാഹുവും റസൂലും ഒരു കാര്യം പറഞ്ഞാൽ അത് പൂർണ്ണാർത്ഥത്തിൽ അംഗീകരിക്കാൻ സാധിക്കണം. ഇനി മറ്റൊന്നിനുള്ള തെളിവ് എന്താണ്? വഅനീബു ഇലാ റബ്ബിക്കും വഅസ്ലിമൂ ലഹു മിൻ ഖബ്ലി അൻ യഅതിയകുമുൽ അദാബു സുമ്മ ലാ തുൻസറൂൻ. നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് താഴ്മയോടെ മടങ്ങുകയും അവനെ കീഴ്പ്പെടുകയും ചെയ്യുകയും പിന്നെ നിങ്ങൾ സഹായിക്കപ്പെടുന്നതല്ല. ഏത്? ആ ശിക്ഷ വന്നതിന് ശേഷം പിന്നെ അള്ളാഹു നിങ്ങളെ സഹായിക്കുകയില്ല. സൂറത്ത് സുമർ 54ാമത്തെ ആയത്താണ്. എന്താണ് ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം? അതായത് നിബന്ധനകൾ പാലിച്ച് പ്രവർത്തിച്ച് പദത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമ്മുടെ വിശ്വാസത്തിന്റെ അടിത്തറ ശരിയാവുകയുള്ളൂ.
മനസ്സിലായില്ലേ? ഇതെന്താ പറഞ്ഞത്? നിങ്ങൾ അള്ളാഹു പറയുന്നത് സൂറത്ത് സുമറിൽ 54-ാമത്തെ ആയത്തിൽ, നിങ്ങൾക്ക് ശിക്ഷ വന്നെത്തുന്നതിന് മുമ്പായി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് താഴ്മയോടെ മടങ്ങണം, അവന് കീഴ്പ്പെടണം. മനസ്സിലായില്ലേ? അവനെ കീഴ്പ്പെടണം. അതാണ് അൽ ഇൻഖിയാദ്. മനസ്സിലായില്ലേ? പിന്നെയാണ് പറയുന്നത് വൽ ഖബൂൽ, താഴ്മയോടെ കീഴ്പ്പെടണം. അതുപോലെ തന്നെ ആദ്യം പറഞ്ഞത് എന്താണ്? തെളിവ് 36-ാമത്തെ തെളിവാണ്. അഹ്സാബ് 36 വമാ കാന ലിൽ മുഅ്മിനീൻ എന്ന് തുടങ്ങുന്ന ആയത്തിൽ അല്ലാഹു അവന്റെ റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞെങ്കിൽ പിന്നെ സ്വതന്ത്രമായ ഒരു അഭിപ്രായം പാടില്ല. അല്ലാഹു റസൂലും പറഞ്ഞതിനാണ് പിന്നെ ഏറ്റവും മുൻഗണന നൽകേണ്ടത്. വല്ലവനും അല്ലാഹുവും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്ന പക്ഷം അവന് വ്യക്തമായ നിലയിൽ വഴിപിഴച്ചു പോയിരിക്കുന്നു. അപ്പോ 6-ാമത്തെയും ഷർത്ത് അൽ ഇൻഖിയാദ് വൽ ഖബൂൽ, ഇതിന് രണ്ടിനുള്ള തെളിവും ഇവിടെ ഉദ്ധരിച്ചു. അപ്പൊ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർണ്ണാർത്ഥത്തിൽ അത് യഥാർത്ഥ വിശ്വാസമനുസരിച്ച് ജീവിക്കണമെങ്കിൽ നാം ഇതിന്റെ ഷർത്ത് പഠിക്കണം, അതറിയണം. എങ്കിലേ നമുക്ക് അള്ളാഹുവിന് വേണ്ട രൂപത്തിൽ ആരാധിക്കാനും ആ ഷഹാദത്ത് ബാത്തിലാകുമ്പോൾ നമുക്ക് തിരിച്ചറിയുകയും ചെയ്യുക. അതുകൊണ്ട് തന്നെ പ്രവാചകർ ഈ മതത്തിൽ, ഈ ദീനിൽ ഉറച്ചു നിൽക്കാൻ വിധങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയാണ് എന്ത്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയത്തെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഈ ഇസ്ലാമിൽ, ഈ ദീനിൽ നീ ഉറച്ചു ഞങ്ങൾ നിർത്തണമേ. അത് നാം നിരന്തരം പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഹിദായത്ത് കിട്ടിയതിനു ശേഷം അതിനെ നീ തിരിച്ചെടുക്കല്ല റബ്ബേ. അല്ലാഹുവോട് തേട്ടം ദിനേന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിതത്തിൽ ശിർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നാം കാത്തു സൂക്ഷിക്കുന്നത്. ശിർക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് എപ്പോഴും നാം സൂക്ഷിക്കേണ്ടത്. കാരണം നബി തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിൽ അവസാന കാലഘട്ടം എത്തുമ്പോൾ ശിർക്ക് സംഭവിക്കും. ലാ തഖൂമു സ്സാഅ ഹത്താ തൽഹഖ ഖബാഇല മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ. അന്ത്യനാൾ സംഭവിക്കുകയില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞു. ശേഷം എന്താ പറയാണ്? എന്റെ ഉമ്മത്തിൽപ്പെട്ട ചില കബീലകൾ അവർ ശിർക്കിൽ ഏർപ്പെടാതെ അന്ത്യനാൾ സംഭവിക്കുകയില്ല. എത്ര വ്യക്തമാണ്! അപ്പൊ നാം ശിർക്കിനെ സൂക്ഷിക്കണം. ഈ ശിർക്ക് ഒന്നാമത്തെ ഏറ്റവും വലിയ വൻ പാപം. ഇന്ന ശിർക ലദുൽമുൻ അദീം. എല്ലാത്തിനേക്കാളും വൻ പാപമായി ശിർക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിയല്ലോ. അതിനുള്ള ശിക്ഷ നോക്കൂ. ഇന്നഹു മൻ യുശ്രികു ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആര് അല്ലാഹുവിൽ ശിർക്ക് ചെയ്തുവോ അവന് സ്വർഗ്ഗം നിഷിദ്ധമാണ്, പിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശനമില്ല. മറ്റു പാപങ്ങളെ പോലെയല്ല. മറ്റൊരു ആയത്തിൽ നോക്കൂ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു, നിശ്ചയമായും അല്ലാഹു ഒരിക്കലും പുറത്തു തരില്ല, അൻ യുശ്റക ബി, അവനിൽ പങ്കു ചേർക്കുക, വയഗ്ഫിറു, ശേഷം അവൻ പുറത്തു തരും, മാ ദൂന ദാലിക ലിമൻ യശാ, ആ ശിർക്കല്ലാത്ത പാപങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പുറത്തു കൊടുക്കും. അല്ലായെങ്കിൽ എന്ത് ചെയ്യും? അവൻ അതിനുള്ള ശിക്ഷ കൊടുക്കും, നരകത്തിലിട്ട്. നരക ശിക്ഷ അവന് കിട്ടും. ശേഷം വീണ്ടും അവൻ സ്വർഗ്ഗത്തിലേക്ക് വരും. എന്തുണ്ടായാൽ? തൗഹീദ് ഉണ്ടായാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അവൻ വീണ്ടും സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരും, ആ ശിക്ഷ കഴിഞ്ഞതിന് ശേഷം. ഇല്ല എങ്കിൽ ശാശ്വതമായി നരകത്തിൽ കിടക്കേണ്ടി വരും. എല്ലാ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല, സർവ്വ പ്രവാചകന്മാർക്കും 1,00,000 ചില്ലാനം നബിമാർ വന്നല്ലോ, എല്ലാവർക്കും അല്ലാഹു കൊടുത്ത താക്കീത് എന്താണ്? വലഖദ് ഊഹിയ ഇലൈക വ ഇലല്ലദീന മിൻ ഖബ്ലിക. താങ്കൾക്കും താങ്കളുടെ മുൻഗാമികൾക്കും എല്ലാ നബിമാർക്കും നബിയെ ഞാൻ ഈ താക്കീത് നൽകിയിട്ടുണ്ട് എന്ന് അല്ലാഹു പറയാണ്. എന്താണ് ആ താക്കീത്? ല ഇൻ അശ്റക്ത, താങ്കൾ എങ്ങാനും ശിർക്ക് ചെയ്തു പോയാൽ, ല യഹ്ബതന്ന അമലുക, താങ്കളുടെ എല്ലാ അമലും എല്ലാ ഇബാദത്തും പൊളിഞ്ഞു പോവുക തന്നെ ചെയ്യും. വല തകൂനന്ന മിനൽ ഖാസിരീൻ, താങ്കൾ ഏറ്റവും വലിയ നഷ്ടക്കാരിൽ ഉൾപ്പെടും. നബിയോട് ഈ താക്കീത് കൊടുക്കാനുള്ള കാരണം നമുക്കുള്ള ഉമ്മത്തിനുള്ള താക്കീതാണ്. അള്ളാഹിന്റെ റസൂൽ ശിർക്കിൽ ഏർപ്പെടില്ല, കാരണം അള്ളാഹുവിന്റെ പ്രത്യേകമായ പ്രൊട്ടക്ഷൻ ഉണ്ട്. നമുക്കുള്ള താക്കീതാണ്, നാം സൂക്ഷിക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ ശിർക്ക് സംഭവിക്കാതെ കാത്തു സൂക്ഷിക്കുക. ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ശിർക്ക് ചെയ്യുന്നത് 3 തരത്തിലാണ് ശിർക്ക് വരിക. ഒന്ന് റുബൂബിയത്തിൽ, ഉലൂഹിയത്തിൽ, അതുപോലെ അസ്മാഉ സിഫാത്തിൽ, രക്ഷാകർത്തൃത്വം, അള്ളാഹുവിന്റെ ഏകത്വത്തിൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ. ഇതിലൊക്കെയാണ് ശിർക്ക് കടന്നു വരിക. നമ്മുടെ നാട്ടിൽ ഏതുവരെ റുബൂബിയത്തിലടക്കം മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ പോലും ചെയ്യാത്ത കാര്യത്തിൽ നമ്മുടെ നാട്ടിൽ ഇന്ന് സമൂഹം അതുവരെ എത്തി. അല്ലെ, ലോകം നിയന്ത്രിക്കുന്നത് ചില ശൈഖാണെന്ന് പോലും പറഞ്ഞു കഴിഞ്ഞു. ഏതുവരെ അന റബ്ബുക്കുമുൽ അഅല എന്ന് ഫിർഔൻ പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ഏതോ ഒരു മനുഷ്യൻ പറഞ്ഞു അത്രേ, അന അല്ലാഹ്, ഞാനാണ് അല്ലാഹ്. അപ്പോൾ സമസ്തയിലുള്ള ആളുകൾക്ക് ഇതൊന്നും നിഷേധിക്കാൻ പറ്റൂല. കാരണം എന്ത്? അവരുടെ വാദം എന്ത്? അവരുടെ വാദം ഒരു കാര്യം ശിർക്കാവണമെങ്കിൽ സമദിയത്ത് കൽപ്പിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്നാണ് അവരുടെ വാദം. സമദിയത്ത് കൽപ്പിച്ചാൽ ശിർക്ക് തന്നെയാണ്, അത് കുഫ്റും കൂടിയാണ്. എന്നാൽ അതിലൂടെ മാത്രമല്ല ശിർക്ക് സംഭവിക്കുക. അള്ളാഹുവിന് കൊടുക്കുന്ന ഒരു ഇബാദത്ത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താൽ, ഉദാഹരണം പ്രാർത്ഥന, ആരാധനയാണ്. നമസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെയുള്ള ആരാധനയാണ്. അതാണ് നബി തങ്ങൾ പറഞ്ഞത്, അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ഈ ഹദീസ് പറഞ്ഞ ഉടനെ നബി തങ്ങൾ ആയത്തും ഓതുന്നുണ്ട്.
അപ്പൊ ഈ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവർക്ക് കൊടുത്താലോ ഷിർക്കാണ്. ബദരീങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, മൊയ്തീൻ ഷേഖ് തങ്ങളെ കാക്കണേ, മമ്പ്രം തങ്ങളെ കാക്കണേ, രക്ഷിക്കണേ, പാപം പുറത്തു തരണേ, മക്കളെ തരണേ, അതുപോലെ തന്നെ ഖുദുബിയദി ഖല്ലത്തീലത്തിയതിരിക്കണി യാ റസൂലുള്ളാഹ്, നബി തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പള്ളിയുടെ അകത്തിരുന്ന്. ഇതൊക്കെ അവർക്ക് കൊടുക്കുന്ന ആരാധനയാണ്. പ്രാർത്ഥന എന്ന ആരാധന അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും സൃഷ്ടികൾക്കും കൊടുക്കുന്നുണ്ട്. അവിടെ ശിർക്ക് സംഭവിക്കും. അങ്ങനെ ശിർക്കോടെ ഒരാൾ ഇബാദത്ത് ചെയ്തിട്ട് കാര്യമില്ല. അള്ളാഹു എല്ലാം പൊളിച്ചു കളയുക തന്നെ ചെയ്യും. ശാശ്വതമായി നരകത്തിൽ കിടക്കും. പള്ളിയകത്ത് നോക്കൂ, നബി തങ്ങളെ വിളിച്ച് ഖുദുബിയദി ഖുദുബിയദി എന്ന്, എന്റെ കൈപിടിക്കണ നബിയെ, കൈപിടിക്കണ നബിയെ. അതുപോലെ മൗലൂദിന്റെ വരികൾ നോക്കൂ, കുറ്റമെന്ന വാഹനമില്ല, അറ്റമില്ലാതെ കുറ്റം ചെയ്തു നബിയെ, അങ്ങയോട് എന്റെ ആവലാതി ഞാൻ ബോധ്യപ്പെടുത്തുന്നു നബിയെ. നബി തങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെയൊക്കെ ശിർക്ക് സംഭവിക്കുന്നുണ്ട്. എന്റെ ആവലാതി നബി തങ്ങളോടാണ് ഇന്ന് പല ആളുകളും പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ യാക്കൂബ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുണ്ട്, ഇന്നമാ അശ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്. അതേ ഹുസ്നാണ് ഇവിടെ പറഞ്ഞത്. ലാക അശ്കു, ഇന്നമാ അശ്കു. നോക്കൂ, ഹശ്കു വേവലാതി. മൗലൂദ് കിതാബിൽ എന്താ ഉള്ളത്? മങ്കൂസ് മൗലൂദിൽ അങ്ങയോട് ഞാൻ എന്ത് ആവലാതിപ്പെടുന്നു, ആവലാതി ബോധ്യപ്പെടുത്തുന്നു നബിയോട്. ഇവിടെ യാക്കൂബ് നബി പറയുന്നത് നോക്കൂ, ഇന്നമാ അശ്കു ബസ്സി. അതേ അശ്കുവാണ് ഇവിടെ പ്രയോഗിച്ചത്. അള്ളാഹിനോട് മാത്രമാണ് യാക്കൂബ് നബി പറഞ്ഞത്. അപ്പൊ വേവലാതിയും നമ്മുടെ പ്രയാസ പ്രതിസന്ധിയും ഒക്കെ പറയേണ്ടത് റബ്ബിനോടാണ്. അഭൗതികമായ ഒരു തേട്ടം പോകേണ്ടത് റബ്ബിലേക്ക് മാത്രമാണ്. അവിടെ ശിർക്ക് സംഭവിക്കും. ശിർക്ക് ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ഇതൊക്കെ കാത്തു സൂക്ഷിക്കണം. അള്ളാഹു എന്ന വിശ്വാസത്തോടെ തേടിയാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ എന്ന് ലോകത്ത് അഹ്ലു സുന്നയുടെ ഒരു പണ്ഡിതന്മാരും പറഞ്ഞിട്ടില്ല. ഷിയാക്കളിൽ അവരുടെ നേതാവായ ഖുമൈനിയാണത് പറഞ്ഞത്. മറ്റൊരു അഹ്ലു സുന്നയുടെ പണ്ഡിതൻ അങ്ങനെ ഒരു നിർവചനം കൊടുത്തിട്ടില്ല. ഒരിക്കൽ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് ഒരു സഹാബി വന്ന് പറഞ്ഞു, നബി തങ്ങളെ എന്താ പറഞ്ഞത്? മാഷാ അല്ലാഹു വശിഅത. അള്ളയും റസൂലും ഉദ്ദേശിച്ചാൽ, അള്ളയും താങ്കളും നിങ്ങളും അള്ളയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്ന സമയത്ത് അള്ളാന്റെ റസൂൽ തിരിച്ചു ചോദിക്കുകയാണ്, അജഅൽതനീ ലില്ലാഹി നിദ്ദ, നീ എന്നിലേക്ക് പങ്കു ചേർക്കുകയാണോ? അള്ളാഹിനെ സമനാക്കുകയാണോ? അള്ളാഹുവിലേക്ക് എന്നെ നീ സമനാക്കുകയാണോ? ഈ സ്വഹാബിക്ക് അള്ളാന്റെ റസൂല് അള്ളയാണെന്ന്, സ്വയം കഴിവുകൊണ്ട് സഹായിക്കുന്ന ആളാണെന്ന്, സമദിയത്ത് ഉള്ള ആളാണെന്ന് വിശ്വാസമുണ്ടോ? ഇല്ല. അള്ളാന്റെ റസൂലാണെന്ന് അറിയാം, അല്ലെ? എല്ലാം അള്ളാഹു കൊടുത്ത കഴിവാണ്, സ്വന്തമായ ഒരു കഴിവുമില്ല എന്ന് സ്വഹാബത്തിനറിയാം. എന്നിട്ടും ഇവിടെ എന്ത് സംഭവിച്ചു? ശിർക്ക് സംഭവിച്ചു. കൊടുത്ത കഴിവിൽ നിന്ന് പോലും ചോദിക്കാൻ അബോധികമായ ഒരു തേട്ടം പാടില്ല. അള്ളാഹിന് കൊടുക്കുന്ന ഒരു കഴിവ് അള്ളാഹിന്റെ ഒരു പടപ്പിന് കൊടുക്കാൻ പാടില്ല. ഉള്ള കഴിവ്, അള്ളാഹുള്ള കഴിവ് പടപ്പിന് ഒരിക്കലുമില്ല. ഇവിടെ എന്താ പ്രയോഗിച്ചത്? മാഷാ അല്ലാഹു വശിഅത. താങ്കൾ അള്ളാഹും താങ്കളും ഉദ്ദേശിച്ചാൽ. അപ്പോ അള്ളാഹിന്റെ ഉദ്ദേശം പോലെ നബി തങ്ങൾ ഉദ്ദേശിക്കില്ല. അള്ളാഹ് അറിയും പോലെ നബി തങ്ങൾ അറിയില്ല. ഒരു കല്യാണ സദസ്സിലേക്ക് അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന സമയത്ത് അവിടുന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ പാടിയല്ലോ, വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗാദിൻ. നാളെ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്ന ഒരു നബി ഞങ്ങളിലുണ്ട്. അപ്പൊ നബി തങ്ങൾ അവരെ വിളിച്ചു, ആ കുട്ടികളെ തിരുത്തി കൊടുക്കാണ്. മക്കളെ, അത് പാടല്ല, നിങ്ങൾ ആദ്യം പാടിയ പാട്ട് പാടിക്കോ. ആദ്യം ബദറിൽ ശുഹദാക്കൾ, ബദറിൽ മരണപ്പെട്ട ശുഹദാക്കളുടെ മദ്ഹാണ് അവർ പാടിയത്. അത് നിങ്ങൾ പാടിക്കോളൂ. ഇപ്പൊ പാടിയ ഈ വരി നിങ്ങൾ പാടല്ല. കാരണം എന്തേ? നാളെ നടക്കുന്ന കാര്യം അറിയാൻ അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അള്ളാഹ്ക്കേ അത് അറിയുള്ളൂ, എനിക്കറിയില്ല. ഗൈബായ കാര്യം എനിക്കറിയില്ല എന്ന് നബി തങ്ങൾ തിരുത്തി കൊടുക്കാണ്. അതാണ് അത്രത്തോളം നബി തങ്ങളുടെ ജീവിതത്തിൽ ശിർക്കിനെ ഭയപ്പെട്ടിട്ടുണ്ട്. ഉമ്മത്തിനെ അത് പഠിപ്പിച്ചിട്ടുമുണ്ട്. നമ്മുടെ ജീവിതത്തിലും പ്രയാസ പ്രതിസന്ധിയിൽ ഹസ്ബി അല്ലാഹ് എന്ന് നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കണം. മഹാനായ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാം നോക്കൂ, മുമ്പിൽ ചെങ്കടൽ പിറകിൽ ഫിർഔന്റെ സൈന്യം, ശത്രുക്കൾ. ആ സമയത്ത് എന്താണ് പ്രഖ്യാപിച്ചത്? ഇന്ന മഈ റബ്ബി സയഹ്ദീൻ. എനിക്ക് എന്റെ റബ്ബുണ്ട്, അവൻ എനിക്ക് വഴി കാണിച്ചു തരും, അല്ലെ? അതുപോലെ യൂനുസ് നബി അലൈഹി ഇസ്ലാം സമുദ്രത്തിന്റെ അന്തർഭാഗത്ത് നിന്ന് പ്രാർത്ഥിച്ചെന്താണ്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ആദ്യം തൗഹീദ് അരക്കിട്ട് ഉറപ്പിക്കുന്നു. സുബ്ഹാനക, നീ എത്ര പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി. അള്ളാഹിനോടാണ് പരമേൽപ്പിച്ചത്. കാലങ്ങളോളം രോഗം ബാധിച്ച അയ്യൂബ് നബി അലൈഹി സ്വലാം, എനിക്കൊരു ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട് ബാധിച്ചുറപ്പേ, നീ ഏറെ കാരുണ്യവാനാണ്, നീ റഹ്മാനാണ്, റഹീമാണ് എന്നും പറഞ്ഞ് ക്ഷമിച്ചിരുന്നു. ഒരു ജാറങ്ങളിലും പോയിട്ടില്ല. സർവ്വ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ പരീക്ഷണം വരുമ്പോൾ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ ജാറത്തിൽ പോയി, ദർഗയിൽ പോയി അവരോട് സങ്കടം പ്രയാസം പറഞ്ഞിട്ടില്ല. അതിന് നിങ്ങൾ സ്വഹാബത്ത് അള്ളയും റസൂലും പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ തേടിയാൽ അത് ശിർക്ക് സംഭവിക്കും. ഖബർ സിയാറത്ത് സുന്നത്താണ്, അത് പരലോകത്ത് ഓർക്കാനാണ്, അവർക്ക് വേണ്ടി ദുആ ചെയ്യാനാണ്, അവരോട് കേൾക്കാനല്ല.
അവരോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ശിർക്കാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതാണ് ഖബർ സിയാറത്ത്. അതുപോലെ മരണചിന്തവും അതുപോലെ പരലോക ചിന്തയും വരാൻ വേണ്ടിയാണ് ഖബർ സിയാറത്ത്. കുന്തു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ. ആദ്യ കാലഘട്ടത്തിൽ നബി തങ്ങൾ ഖബർ സിയാറത്ത് നിരോധിച്ചു. കാരണം അന്ന് അവർ ശിർക്കിലായിരുന്നു. ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് ഖബറുമായി ബന്ധപ്പെട്ട് അവർ ശിർക്കിലായിരുന്നു. ഖബറാളികളെ വിളിച്ചു തേടുന്ന പ്രാർത്ഥിക്കുന്ന അത്തരത്തിലുള്ള അനാചാരം അവരിലുണ്ടായിരുന്നു. പിന്നീടാണ് നബി തങ്ങൾ പറയുന്നത് ഫസൂറുഹ, ഇനി നിങ്ങൾ ഖബർ സന്ദർശിച്ചോളൂ. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ ആഖിറ ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത, അത് നിങ്ങളെ മരണത്തെ ഓർമ്മപ്പെടുത്തും, പരലോകത്തെ ഓർമ്മപ്പെടുത്തും. അതിനുവേണ്ടിയാണ് ഖബർ സിയാറത്ത്. ആ രൂപത്തിൽ നാം ഖബർ സിയാറത്ത് ചെയ്യണം. എന്നാൽ നമ്മുടെ നാട്ടിൽ കൂടുതലും നടക്കുന്നത് ശിർക്കൻ സിയാറത്താണ്. ജാറങ്ങളിൽ പോകുമ്പോൾ അവന്റെ പ്രയാസം, പ്രതിസന്ധി, മനസ്സിലുള്ള വേവലാതി ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ ജാറത്തിലേക്ക് പോകുന്നത്. അത് അള്ളാഹുവിലേക്ക് പങ്കുചേർക്കലാണ്. റബ്ബിന് കൊടുക്കുന്ന സിഫത്ത് അവരിലേക്ക് കൊടുക്കലാണ്. അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തിൽ പങ്കുചേർക്കലാണ്. അള്ളാഹു ബസീറാണ്, അള്ളാഹു സമീആണ്. അള്ളാഹു എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ. സബബിനപ്പുറം അല്ലെ, വ്യവസ്ഥകൾക്കപ്പുറം റബ്ബ് കാണാൻ കേൾക്കും. എന്നാൽ മനുഷ്യന് പറ്റില്ല. ഇപ്പൊ എന്റെ കണ്ണിന്റെ കാഴ്ച പോയാൽ പിന്നെ എനിക്ക് കാണാൻ സാധ്യമല്ല, പരിധിയുണ്ട്. അള്ളാഹു ഒന്നിനും പരിധിയില്ല അല്ലെ. നാം മരണപ്പെട്ട നമ്മുടെ കാഴ്ച തീർന്നു, നമ്മുടെ കേൾവി കഴിഞ്ഞു. പിന്നെ നാം കേൾക്കും, കാണും, ഉത്തരം ചെയ്യുമെന്ന് പറഞ്ഞാലോ അത് അള്ളാഹുവിന്റെ കഴിവാണ് ഇവൻ ഇട്ട് കൊടുക്കൽ. ജാറത്തിലുള്ള മനുഷ്യൻ മരണപ്പെട്ട ആളാണ്. അത് വലിയായാലും പിന്നെ ഭൗതികമായ വ്യവസ്ഥ അവസാനിച്ചു, പിന്നെ ബർസഖ് ജീവിതത്തിലാണ്. ആ ജീവിതം അവിടെ തുടരുന്നുണ്ട്. ദുനിയാവുമായി പിന്നെ ബന്ധമില്ല. പിന്നെ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ നമ്മെ കാണും, നമ്മുടെ കേൾക്കും, നമുക്ക് ഉത്തരം ചെയ്യും എന്ന് വിശ്വാസം ശിർക്കാണ്. കാരണം അത് അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട സിഫത്താണ്. സമീഅ, ബസീർ, മുജീബ്, വദൂദ്. അള്ളാഹുവിന് മാത്രം അവകാശം. എല്ലാം കാണുന്നവൻ, കേൾക്കുന്നവൻ, അറിയുന്നവൻ, ഹലീം അല്ലെ. അപ്പൊ ഇത് പിന്നെ ഈ ജാറത്തിലേക്കുള്ള ആളുകളിലേക്ക് വെച്ച് കൊടുക്കലായി മാറുന്നുണ്ട്. നമ്മെ കാണും, കേൾക്കും, അറിയും എന്നൊക്കെ വിശ്വസിച്ചാൽ അപ്പൊ അവിടെ ശിർക്ക് സംഭവിക്കും. അപ്പൊ ഇങ്ങനെ എല്ലാ മേഖലയും നമ്മുടെ വിശ്വാസത്തെ പൂർണ്ണമായും നാം കാത്തു സൂക്ഷിക്കുക. അങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അത്തരത്തിൽ വിശ്വാസം കാത്തു സൂക്ഷിച്ച് സ്വർഗത്തിൽ പരലോകത്ത് വിജയിക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ എത്തുകയും ചെയ്യുന്ന നല്ലവരിൽ നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും സഹോദരങ്ങളെയും നമ്മുടെ അയൽപക്കക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.